നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഊരി കണ്ട 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 ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ എന്താ പറയുക ഫുൾ ഡയമണ്ട് ആർമർ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയുക നമുക്ക് ഒരു ഷീൽഡും നമുക്കിതാ കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു വില്ലേജർ ആവശ്യത്തിൽ കൂടുതൽ ഷീൽഡ് വെക്കണ്ടേനും അങ്ങനെ കാണിച്ചു തരാം എത്ര സാധനങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ വെറുതെ വാങ്ങിയെന്ന്. കണ്ടോ ഇത് വേസ്റ്റ് ഓഫ് ഇതാണ് ചെയിൻ ആർമറാണ്. സോ അത് വേണ്ട. ബട്ട് ഇവിടെ ഇത്രയും ഐറ്റംസ് ഞാൻ വെറുതെ വാങ്ങിയിട്ടുണ്ട്. ഇതിൽ കൂടുതലുണ്ടായിരുന്നു. കുറേ സാധനങ്ങൾ ഞാൻ വെറുതെ എടുത്ത് കളഞ്ഞു. ഇതിൽ 2 ഡബിൾ ചെസ്റ്റിൽ കൊള്ളാവുന്ന സാധനം എന്തായാലും ഉണ്ട്. ഒരു 1.5 ഡബിൾ ചെസ്റ്റിൽ കൊള്ളാവുന്ന സാധനങ്ങൾ എന്തായാലും വെറുതെ കിടക്കുന്നുണ്ട്. ഞാൻ കുറേ എടുത്ത് എറിഞ്ഞ് കളഞ്ഞ് അവിടെ ഡിസ്പോണായി പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു എന്താ പറയുക ഒരു മോബ് ഫാം സെറ്റ് ചെയ്യാൻ പോകണം. അതായത് സോംബി സ്പോണർ ഞാൻ ഇവിടെ എന്താ പറയുക കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അയൺ ഫാം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ എന്താ പറയുക നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മളെ മോബ് ഫാമും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇവിടെ ആയിരുന്നു ഞാൻ മൈൻഡ് ചെയ്ത് പോയത്. അറിയാം അവിടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞാനിങ്ങനെ മൈൻഡ് ചെയ്ത് പോയി ഇവിടെ എത്തിയിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അടിയിറങ്ങി. എനിക്ക് ആക്ച്വലി അക്വ ഇൻഫിനിറ്റ് ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ എന്താ പറയുക ബ്രീത്തിനൊന്നും സീൻ ഉണ്ടാവില്ല. കുറച്ച് കൈ പിടിച്ച് പോവാം. അതുമ്പോൾ പെട്ടെന്ന് സോഡ് എടുക്കാം. ഇതൊക്കെ ഫുള്ള് ലൈറ്റിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പതിയെ ലൈറ്റൊക്കെ ചെയ്ത് ഇവരൊക്കെ കൊന്നങ്ങനെ പോയത്. ഇവിടുന്ന് ഞാൻ ആക്ച്വലി മൈനിങ് ഒന്നും ചെയ്തില്ല. കോൾ പോലും ഞാൻ എടുത്തില്ല. ആൻഡ് ഇതുവഴി ഞാൻ പോയപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക സോംബിൻ്റെ സൗണ്ട് കേട്ടു. അപ്പോൾ ഞാൻ എന്താ പറയുക ഇവിടെ ഒന്ന് മൈൻ ചെയ്ത് പോയി. ഇവിടെ അങ്ങനെ ഞാൻ എന്താ വെച്ച് ഇവിടെ എത്തി. ഇങ്ങനെ ഇപ്പുറത്തെത്തി. അയ്യോ ചെസ്റ്റ് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. ഓക്കെ കോള് ഓക്കെ അതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഇതെല്ലാം ഉള്ളത്. ഇതിൽ ജസ്റ്റ് സാധനങ്ങളെല്ലാം ഞാൻ എടുത്തതാണ്. മ്യൂസിക് ഡിസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്തതാണ്. പക്ഷേ സ്റ്റിൽ ഇപ്പം അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് എടുക്കുകയാണ്. ഈ ചെസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഇങ്ങനെ നിരത്തിയിട്ട് അങ്ങ് വയ്ക്കാം. തൽക്കാലത്ത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ ഇതിനുള്ളിൽ വെക്കാം. കാരണം നമുക്ക് ബിൽഡ് ചെയ്യണമല്ലോ ഇവിടെ പരിപാടിയെല്ലാം ബിൽഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ പറയുക ഇതൊക്കെ ഒന്ന് പൊട്ടിക്കാം. നമുക്ക് കുറച്ച് ടോർച്ചൊക്കെ വെക്കാം. അല്ലെങ്കിൽ സോംബീസ് എല്ലാം ഞാൻ കയറി അങ്ങ് വരും. അപ്പോൾ നമുക്ക് 4 ബ്ലോക്ക് എന്താ പറയുക ഹൈറ്റിലും വീതിയിലൊക്കെ ആയിട്ട് കുത്തണം. അപ്പോൾ മേളിൽ ഒരു വരി കുത്തേണ്ടി വരും. ഇവിടുന്ന് അങ്ങോട്ട് 1 2 3 4 ഇത്രയ്ക്ക് കുത്തണം. ഇപ്പുറത്തേക്കും ഇത്രയ്ക്ക് കുത്തണം. പിന്നെ അടിയിക്കും ഒരു 4 ബ്ലോക്ക് കുത്തണം. എന്നിട്ട് വെള്ളം വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം. ഇവിടുന്ന് ഒരു 1 2 3 4 ബ്ലോക്ക് വിട്ടതിന് ശേഷം നമുക്ക് ഇവിടെ ബ്ലോക്ക് വെച്ച് കവർ ചെയ്യാം. ആക്ച്വലി ഇവിടെ ഇപ്പം തന്നെ അങ്ങ് ബ്ലോക്ക് വെച്ച് കവർ ചെയ്തേക്കാം. ഇവിടെ അല്ല ആൻഡ് ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കുഴിച്ചെടുക്കാം. അങ്ങനെ കഴിച്ച് നമ്മൾ ടോപ്പ് ഭാഗമെല്ലാം കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക ഈ ഒരു ഭാഗം ഒന്ന് മാർക്ക് നമുക്കിവിടെ നമുക്ക് എന്തായാലും ബ്ലോക്കും കാര്യങ്ങളൊക്കെ വെച്ച് അടയ്ക്കണം. ഈ ഒരു ഭാഗം നമ്മൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് എന്തായാലും ഇനി ഇതിൻ്റെ ടോർച്ച് കാര്യങ്ങളൊക്കെ പൊട്ടിക്കാൻ വരേണ്ടി വരും. അപ്പോൾ ഒരു 2 ബ്ലോക്ക് ഇങ്ങനെ പൊട്ടിച്ച് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു മാർക്കം ആയിക്കോളും. അവിടേക്കാണ് നമുക്ക് പോകേണ്ടതെന്നുള്ളൊരു മാർക്കം ആയിക്കോളും. നമുക്ക് ഇനി ഒരു 3 4 ബ്ലോക്ക് ഇങ്ങനെ അല്ലേ കുഴിച്ച് താഴത്തോട്ട് അങ്ങ് പോയിട്ട് ഇനി അങ്ങനെ പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് കുഴിക്കാനുള്ള ഭാഗമെല്ലാം കംപ്ലീറ്റ് എല്ലാ സൈഡിലേക്കും 4 ബ്ലോക്ക്സ് അങ്ങനെ കുഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കറക്റ്റായിട്ട് ഓക്കെ. അപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ വരും. നമുക്ക് ബ്ലോക്ക് വെച്ച് ഇങ്ങനെ കയറി പോവാം. കറക്റ്റായിട്ട് ഇവിടെ എത്തിയിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ കില്ലിങ് ചേമ്പർ റെഡിയാക്കാൻ പോകുന്നത്. നമ്മുടെ മെയിൻ കില്ലിങ് പരിപാടിയെല്ലാം ഇവിടെ നടക്കാൻ പോകണം. നമുക്കിവിടെ കില്ലിങ് ചേമ്പറും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. അപ്പോൾ അതിന് നമുക്ക് ഹോപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ ആക്ച്വലി മൈൻകാർട്ട് വിത്ത് ചെസ്റ്റ് വേണം. അപ്പോൾ അത് ഇവിടെ തന്നെ ഉണ്ട്, നമുക്ക് എടുക്കാം. പിന്നെ ഇതും വേണ്ടി ഒരു റെയിൽ വേണ്ടി വരും വെക്കാനായിട്ട്.
ആക്ച്വലി നമ്മളെ ഫിഷ് ഫാമല്ലേ അതുണ്ടാക്കിയപ്പോൾ ഇതേപോലത്തെ ഒരു സെറ്റപ്പാണ് ഉണ്ടാക്കിയത്. സോ അതെങ്ങനെ ഉണ്ടാക്കുന്ന അതിൻ്റെ ഫിഷ് ഫാം ഉണ്ടാക്കുന്ന ട്യൂട്ടോറിയൽ നിന്ന് കണ്ടിട്ട് ഞാൻ വരാം. അപ്പോൾ ഞാൻ ആ ട്യൂട്ടോറിയൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് വർക്കാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ട്യൂട്ടോറിയൽ കണ്ട് നമ്മൾ എന്താ പറയുക ഈ ക്രിയേറ്റീവ് വേൾഡിൽ ഞാനൊന്ന് സെറ്റ് ചെയ്ത് നോക്കി ഈ സംഭവം എങ്ങനെ വർക്കാകില്ല എന്നൊക്കെ ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റീവ് വേൾഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ എനിക്ക് ആ ഡിസൈൻ അങ്ങോട്ട് വർക്കായില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രാവ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താ പറയുക മൈൻഡ് കാർട്ടൊക്കെ വെച്ച് അവിടെ നമ്മളെ കുട്ടി സോംബിയെല്ലാം വന്ന് സ്റ്റക്കായിട്ട് ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എക്സ്പി കാര്യങ്ങളൊക്കെ കിട്ടൂല. അങ്ങനത്തെ കുറേ പ്രശ്നമുള്ളത് കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അല്ലാതെ നമുക്ക് എന്താ പറയുക ക്യാമ്പ് ഫയർ വെച്ചിട്ടുള്ള നോർമൽ ആ ഒരു സംഭവം ചെയ്യാം. നമുക്കിവിടെ വെള്ളമെല്ലാം ഒഴിച്ചിടാം ആദ്യം തന്നെ. ആൻഡ് ഇവിടെ നമുക്ക് വെള്ളം ഇവിടെ ഇല്ല ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇവരിങ്ങനെ വന്ന് ഇതാ ഇവിടെ ഇങ്ങനെ വീണോളും. ഇപ്പം ആ ക്രിയേറ്റീവിലൊക്കെ ടെസ്റ്റ് ചെയ്ത് ഞാനൊരു ഡിസൈന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ സംഭവം എന്താണ് ബിൽഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക ഒരു 8 ബ്ലോക്ക് അടിയിക്കാണ്. കാരണം ലൈറ്റ് നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രോപ്പ് എന്താ കുറയാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ 8 ബ്ലോക്ക് അടിക്ക് ഈ സംഭവം ഉണ്ടാക്കിയത്. ജസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഹോപ്പർ എടുക്കാം. നമ്മളെ ഹോപ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാർക്കോൾ എടുത്ത് നമുക്ക് ഒരു ക്യാമ്പ് ഫയർ അങ്ങ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഇവിടെ വയ്ക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ. അത് സെറ്റായിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ കില്ലിങ് ഏരിയ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മളെ കില്ലിങ് ഏരിയ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ സ്ലാബ് ഞാൻ വെക്കാൻ മറന്നു, അത് വെച്ചേക്കാം. ഓക്കെ ഞാൻ ഇവിടെ ഒരു സ്ലാബ് വെക്കാൻ മറന്നു, കാരണം അത് വെച്ചില്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ സ്പോണാവും. ഓക്കെ ഇനി നമുക്ക് ടോർച്ച് അങ്ങ് പൊട്ടിച്ച് മാറ്റാം ആക്ച്വലി. അപ്പോൾ അപ്പോഴേക്കും സ്പോണായി. ഓക്കെ അപ്പോൾ ഇങ്ങനെ അടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പി കാര്യങ്ങളൊക്കെ സെറ്റാകുന്നതായിരിക്കും. നമുക്ക് വെൻ്റ് ചെയ്യാനൊക്കെ ഇവിടെ വന്നാൽ മതി തൽക്കാലത്തേക്ക്. ഇപ്പം നമുക്ക് ആവശ്യമുള്ള എക്സ്പി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സീനാണ്, അടിപൊളിയാണ്. സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. ആകെ 65 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് കൂടിക്കോളും. ആകെ 65 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. നമ്മുടെ ഗോൾ എന്ന് പറയുമ്പോൾ ഈ മാസം കഴിയുമ്പോൾ തന്നെ 100 സബ് ആവാനാണ്. ഓക്കെ എല്ലാവരും സബ് ചെയ്യാം.